प्रिय छात्रों, आप सबका स्वागत है। आज हम 12वीं कक्षा की पहली यूनिट का पहला पाठ मातृभूमि नामक कविता का अध्ययन करने जा रहे हैं। देखिए ये चित्र में कौन है? गांधी जी है। गांधी जी और उनके अनुयायी हैं। ये चित्र किससे संबंधित है? आपको जानते हैं ना? ये चित्र नमक सत्याग्रह से संबंधित है। ഈ ചിത്രം ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ये यात्रा किसके लिए थी? ഈ യാത്ര എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? यह यात्रा ऐतिहासिक दंडी यात्रा है। नमक कानून को तोड़कर नमक बनाने के लिए थी. അതായത് ഈ യാത്ര ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്രയാണ്. അതായത് ഉപ്പ് നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഉപ്പ് നിർമ്മിക്കാനായിട്ട് ദണ്ഡി കടപ്പുറത്തേക്ക് പോകുന്ന ഗാന്ധിജിയുടെ ചിത്രമാണത്. ओके, भारत की स्वतंत्रता के लिए लाखों देशभक्त अपनी अपनी राह पर चले थे. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഗാന്ധിജി ജൈസെ ലാഖോം ദേശഭക്തർ, ഗാന്ധിജിയെ പോലെയുള്ള ലക്ഷക്കണക്കിന് ദേശഭക്തർ അപ്പനി അപ്പനി രാഹ് പർ ചലേതേ, അവരവരുടേതായ വഴിയിലൂടെ അവരവരുടേതായ രീതിയിലൂടെ നടന്നിരുന്നു. കുച്ച് ഗുപ്തരൂപസേ, കുറച്ച് പേർ രഹസ്യമായിട്ട്, കുച്ച് ഹതിയാർ ലേക്കർ, കുറച്ച് പേർ ആയുധമെടുത്തുകൊണ്ട്, കുച്ച് അഹിംസ കി രാഹ് പർ, കുറച്ച് പേർ അഹിംസയുടെ വഴിയിൽ, ഗാന്ധിജി ജൈസെ വ്യക്തിയാം അഹിംസ കി രാഹ് പർ, തോ കുച്ച് അപ്പനി ഓജബരി വാണിമേ, കുറച്ച് പേർ തങ്ങളുടെ ഓജബരി വാണിമേ, വളരെ തീക്ഷ്ണമായ വാക്കുകളിലൂടെ, ലോകോങ്കോ സചേത് കർത്തേ രഹേ, ആളുകളെ ജാഗരൂകരാക്കിക്കൊണ്ടേയിരുന്നു. ഇൻമേ കുച്ച് കവി, ഇതിൽ കുറച്ച് കവികൾ അപ്പനി പങ്ക്തിയോംസെ, തങ്ങളുടെ വരികളിലൂടെ ദേശിക്കേലിയെ സർവസ് അർപ്പിത് കർണേക്ക, രാജ്യത്തിനു വേണ്ടി എല്ലാം അർപ്പിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് ഒരുപാട് ദേശസ്നേഹികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പലരും രഹസ്യമായിട്ട് നീക്കങ്ങൾ നടത്തി, ആയുധമെടുത്തുകൊണ്ട് അക്രമകാരികളായി മാറി. കുറച്ച് പേർ അഹിംസാ മാർഗത്തിൽ, ഗാന്ധിജിയെ പോലുള്ള ആൾക്കാർ അഹിംസാ മാർഗത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. കുറച്ച് പേർ തങ്ങളുടെ തൂലികയിലൂടെ, തങ്ങളുടെ രചനകളിലൂടെ ആളുകളെ ബോധവാന്മാരാക്കി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അവരെ മുൻനിർത്താനായിട്ട് പരിശ്രമിച്ചു. ഇൻ സബ്കാ ഫലസ്വരൂപ് നികല, ഇൻ സബ്കാ ഫൽ നികല, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പരിണിത ഫലമാണ് ഭാരത് കി സ്വതന്ത്രത, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. യഹാ ഹം ഏസി ഏക് കവിതാസെ പരിചയ പായെങ്കെ, ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കവിതയാണ് പഠിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ വേണ്ടി ജനങ്ങളെ ജാഗരൂകരാക്കുന്ന, അല്ലെ ദേശസ്നേഹം വളർത്തുവാൻ വേണ്ടി, ജനങ്ങളിൽ ദേശസ്നേഹം വളർത്തുവാൻ വേണ്ടി, ജനങ്ങളിലേക്ക് സന്ദേശങ്ങൾ കൈമാറുവാൻ വേണ്ടി തങ്ങളുടെ തൂലികയിലൂടെ രചനകൾ നടത്തിയിരുന്നു. അങ്ങനെ ഒരു ദേശപ്രേമഭരി, സി പ്രകാർ एक देशप्रेमभरी कविता है मातृभूमि. क्या है? मातृभूमि. हिंदी के राष्ट्र कवि मैथिली शरण गुप्त द्वारा लिखित एक देशप्रेमभरी कविता है मातृभूमि. मातृभूमि का अर्थ क्या है? നമ്മളുടെ ജന്മഭൂമി, നമ്മളുടെ രാജ്യം, നമ്മളുടെ ദേശം, സ്വന്തം ദേശം. मैथिली शरण गुप्ताണ് എഴുതിയിരിക്കുന്നത്, कविതയാണ്. देखिए पहले मैथिली शरण गुप्त के बारे में. द्विवेदी युगीन प्रतिभाशाली कवि मैथिली शरण गुप्त का जन्म उत्तर प्रदेश के चिरगांव में 1885 को हुआ. द्विवेदी युगത്തിലെ പ്രതിഭാശാലിയായ കവി, या हिंदी के राष्ट्र कवि मैथिली शरण गुप्त का जन्म, मैथिली शरण गुप्त ജനിച്ചത് उत्तर प्रदेश के चिरगांव में, उत्तर प्रदेशिലെ ചിരഗാവിൽ 1885 को हुआ, 1885 भारतीय पुराणों के उपेक्षित कथा प्रसंग एवं पात्रों को लेकर
युगानुरूप काव्य उन्होंने रचे। भारतीय पुराणों के उपेक्षित कथा प्रसंग एवं पात्रों को लेकर ഇന്ത്യയിലെ പുരാണങ്ങളിലെ അവഗണിക്കപ്പെട്ട കഥാസന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും എടുത്തുകൊണ്ട് യുഗാനുരൂപ കാവ്യ ഉന്നോനെ രചേ, കാലത്തിനനുസൃതമായ കവിതകൾ അദ്ദേഹം രചിച്ചു. അപ്പോൾ പല പുരാണങ്ങളിലും അവഗണിക്കപ്പെട്ടിരുന്ന കഥാസന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും എടുത്തുകൊണ്ട് കാലത്തിന് അനുയോജ്യമായ രീതിയിൽ കവിതകൾ രചിച്ച വ്യക്തിയായിരുന്നു മൈഥിലി ശരൺ ഗുപ്ത. साकेत, यशोधरा, जयद्रथवध, पंचवटी, काबा, करबला आदि उनकी श्रेष्ठ रचनाएं हैं. साकेत, यशोधरा, जयद्रथवध, पंचवटी, काबा, करबला എന്നിവ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ രചനകളാണ്. देश ने 1954 को पद्मभूषण उपाधि से उनका सम्मान किया. രാജ്യം 1954 അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1965 को राष्ट्रकवि मैथिली शरण गुप्त का देहांत हुआ. 1965 രാഷ്ട്രകവിയായ മൈഥിലി ശരൺ ഗുപ്ത് അന്തരിച്ചു. അപ്പോൾ നമ്മളുടെ രാഷ്ട്രകവിയായ മൈഥിലി ശരൺ ഗുപ്ത് എഴുതിയ ദേശപ്രേമഭരി കവിതയാണ് മാതൃഭൂമി. लेखक का नाम या कवि का नाम है मैथिली शरण गुप्त. इसका प्रोक्ति या विधा क्या है? कविता. पाठ का नाम है മാതൃഭൂമി. ദേശപ്രേമഭരി കവിത ഹെ, രാജ്യസ്നേഹം നിറഞ്ഞ ഒരു കവിതയാണ്. ഓക്കെ, देखिए कविता मातृभूमि. नीलांबर परिधान हरित तट पर सुंदर है. सूर्य चंद्र युग मुकुट मेखला रत्नाकर है. नदियां प्रेम प्रवाह फूल तारे मंडन है. बंदीजन खगवृंद शेषफन सिंहासन है. करते अभिषेक पयोद है बलिहारी इस वेश की. हे मातृभूमि तू सत्य ही सगुण मूर्ति सर्वेश की. जिसके रज में लौट लौट कर बड़े हुए हैं, घुड़नों के बल सरक सरक कर खड़े हुए हैं. परमहंस सम बाल्यकाल में सब सुख पाए. जिसके कारण धूल भरे हीरे कहलाए. हम खेले कूदे हर्षयुद्ध जिसकी प्यारी गोद में. हे मातृभूमि तुझको निरख मग्न क्यों न हो मोद में. पाकर तुझसे सभी सुखों को हमने भोगा. तेरा प्रत्युपकार कभी क्या हमसे होगा. तेरी ही यह देह तुझी से बनी हुई है, बस तेरे ही सुरस सार से सनी हुई है. फिर अंत समय तू ही इसे अचल देख अपनाएगी. हे मातृभूमि यह अंत में तुझ में ही मिल जाएगी. മൈഥിലി ശരൺ ഗുപ്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ കവിത. देखिए पहले पंक्तियां. नीलांबर परिधान हरित तट पर सुंदर है. सूर्य चंद्र युग मुकुट मेखला रत्नाकर है. नीलांबर, नीला अंबर, नीले रंग का आकाश. अंबर का अर्थ है आकाश. नीले रंग का आकाश है नीलाकाश. नीलांबर नीलाकाशम. परिधान इसका अर्थ है वस्त्र. परिधान वस्त्र, വസ്ത്രം. ഹരിത തട്, ഹരിത തട്, ഹരിത തീരം, ധർത്തി തന്നെയാണ്, ഭൂമി തന്നെയാണ്. സുന്ദർ ഹേ, സുന്ദരമാണ്. സൂര്യ ചന്ദ്ര യുഗമുഖുട്. സൂര്യ ഔർ ചന്ദ്ര, സൂര്യനും ചന്ദ്രനും, മുകുട് കിരീടം. മേഖല രത്നാകർ ഹേ, മേഖല അരഞ്ഞാണം. കർദനി, മേഖല का अर्थ क्या है? കർദനി അല്ലെങ്കിൽ അരഞ്ഞാണം. रत्नागर है, रत्नागर का अर्थ है समुद्र या सागर, समुद्रम. इस दो पंक्तियों का अर्थ क्या है? नीलांबर परिधान हरित तट पर सुंदर है. नीला आकाश रूपी वस्त्र धरती के लिए बहुत सुंदर है. നീലാകാശം അത്
ഭൂമിയുടെ വസ്ത്രമായിട്ട് കവി പറയുന്നു. അപ്പം ആ വസ്ത്രം, നീലാകാശമാകുന്ന വസ്ത്രം ഭൂമിക്ക്, ഹരിതതടത്തിന് അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ ഈ തീരത്തിന്, ഈ ഭൂമിക്ക് വളരെ സുന്ദരമാണ്, വളരെ സൗന്ദര്യം നൽകുന്നു. സൂര്യചന്ദ്ര യുഗ് മുകുട് ഹെ, സൂര്യ ഔർ ചന്ദ്ര ധർത്തി കാ മുകുട് ഹെ. സൂര്യനും ചന്ദ്രനും ഭൂമിയുടെ കിരീടങ്ങളാണ്. അതായത് രാത്രിയിൽ ചന്ദ്രനും പകല് സൂര്യനും ധർത്തിയുടെ കിരീടമായിട്ട് ശോഭിക്കുന്നു. മേഖല രത്നാകർ ഹെ, സമുദ്ര ധർത്തി കാ കർദനി ഹെ. കർദനി അരഞ്ഞാണം. സമുദ്ര രത്നാകർ സമുദ്ര. അപ്പോൾ സമുദ്രം അഥവാ രത്നാകർ ധർത്തിയുടെ അരഞ്ഞാണമാണ്. അപ്പോൾ ഭൂമിയെ, നമ്മളുടെ ദേശത്തെ, നമ്മളുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ പല കാര്യങ്ങളിലൂടെ കവി ചിത്രീകരിച്ചിരിക്കുകയാണ്, ഉപമിച്ചിരിക്കുകയാണ്. നീലേ ആകാശരൂപി വസ്ത്ര ധർത്തി കോ ബഹുത് സുന്ദർ ഹെ, सूर्य और चंद्र युग मुकुट है, या दिन और रात में मातृभूमि के ऊपर शोभित रहते हैं. मेखला रत्नाकर है, समुद्र कर्दनी के समान है. മനസ്സിലായല്ലോ എല്ലാവർക്കും? നദിയാ പ്രേമ പ്രവാഹ, ഫൂൽ താരെ മണ്ഡൻ ഹൈം, ബന്ദീജൻ ഖഗവൃന്ദ, ശേഷഫന സിംഹാസൻ ഹെ. നദിയാം പ്രേമ പ്രവാഹ, പ്രേമ സ്നേഹം, നദിയാം നദികൾ, പ്രവാഹ പ്രവഹിക്കുന്ന, ഫൂല് താരെ മണ്ഡൻ ഹെ, ഫൂല് പൂക്കൾ, താരെ നക്ഷത്രങ്ങൾ, മണ്ഡൻ ഹെ, മണ്ഡൻ ആഭൂഷൺ, ആഭൂഷൺ കാർത്തെ ഹെ ആഭരണം. ബന്ദീജൻ ഖഗവൃന്ദ, ഖഗവൃന്ദ ഖഗ് പക്ഷി, ഖഗവൃന്ദ പക്ഷിക്കൂട്ടം, ബന്ദീജൻ അതായത് പ്രാർത്ഥിക്കുന്നവരാണ്, സ്തുതിപാഠകരാണ്. ശേഷഫന സിംഹാസൻ ഹെ, ശേഷഫണ് സിംഹാസനമാണ്. സിംഹാസനം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇരിപ്പിടം. അപ്പോൾ എന്താണ് ശേഷഫന്? आप देखिए शेषफन, हिंदू मिदक के अनुसार शेषनाग के फन पर आनंद या भूमि स्थित है. आनंद या भूमि नहीं, शेषनाग के फन वह है आनंद, भूमि में भूमि स्थित है. അതായത് ഹിന്ദു മിതക്ക് അനുസരിച്ച്, ഹിന്ദു ഐതിഹ്യം അനുസരിച്ച് ശേഷനാഗം എന്ന സർപ്പത്തിൻ്റെ, സർപ്പത്തിൻ്റെ ഫണത്തിൽ അല്ലെങ്കിൽ അനന്തൻ എന്ന സർപ്പത്തിൻ്റെ പത്തിയിലാണ് ഭൂമി സ്ഥിതി ഹെ, ഭൂമി സ്ഥിതി ചെയ്യുന്നത്. അനന്ത് പ്രകൃതി കാ പ്രതീക് ഹെ, അനന്തൻ പ്രകൃതിയുടെ പ്രതീകമാണ്. അപ്പോൾ നമ്മളുടെ ഹിന്ദു പുരാണം അനുസരിച്ച് അല്ലെങ്കിൽ ഹിന്ദു ഐതിഹ്യം അനുസരിച്ച് അനന്തൻ എന്ന സർപ്പത്തിൻ്റെ പത്തിയിലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഭൂമിയുടെ സിംഹാസനമായിട്ട് ശേഷഫന്, ശേഷനാഗ ഫന്, അതായത് ശേഷ സർപ്പത്തിൻ്റെ ഫണത്തെ ഉപമിച്ചിരിക്കുന്നത്, പത്തിയെ ഉപമിച്ചിരിക്കുന്നത്. കാരണം ഹിന്ദു ഐതിഹ്യം അനുസരിച്ച് ആ പത്തിയുടെ മുകളിലാണ് ഭൂമി ഇരിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ സിംഹാസനമാണ് ആ പത്തി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ശേഷഫന് സിംഹാസൻ ഹേ, ഇല്ലയോ? ശേഷഫന് സിംഹാസനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയുടെ സിംഹാസനമാണ് ശേഷഫന്. അപ്പോൾ നദികള്, അവിടേക്ക് നദിയാ പ്രേമ പ്രവാഹ, നദികള് സ്നേഹത്തെ പ്രവഹിക്കുന്നവരാണ്. അപ്പോൾ ധർത്തിയിലൂടെ ഒഴുകുന്ന നദികൾ, ഭൂമിയിലൂടെ ഒഴുകുന്ന നദികള് സ്നേഹത്തെ പ്രവഹിച്ചുകൊണ്ട് എല്ലായിടത്തും സ്നേഹം എത്തിക്കുന്നവരാണ്. ഫൂല് താരെ മണ്ഡൻ ഹേ, ഫൂല് ഔർ താരെ പൂക്കളും നക്ഷത്രങ്ങളും, ആഭൂഷൺ ഹേ ധർത്തി കേലിയെ, ധർത്തിയെ സംബന്ധിച്ച് എന്താണ്? ആഭരണങ്ങളാണ്. അപ്പോൾ ഭൂമിയുടെ ആഭരണങ്ങൾ ഫൂൽ ഔർ താരെ ഹേ. ബന്ദീജൻ ഖഗവൃന്ദ, ഖഗവൃന്ദ പക്ഷിക്കൂട്ടങ്ങൾ, ബന്ദീജൻ ഹേ സ്തുതിപാഠകരാണ്. അവരുടെ കരച്ചില്, അവരുടെ ആ ശബ്ദം എന്താണ്? പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്തുതിപാഠകരാണ്. ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ ഗുണഗണങ്ങൾ എന്താണ് പറഞ്ഞു നടക്കുന്നവരാണ് പക്ഷിക്കൂട്ടം. ശേഷഫന് സിംഹാസൻ ഹേ, ശേഷഫണ് അനന്തൻ എന്ന നാഗത്തിൻ്റെ പത്തിയാണ് ഭൂമിയുടെ സിംഹാസൻ.
करते अभिषेक पयोद है बलिहारी इस वेश की, हे मातृभूमि तू सत्य ही सगुण मूर्ति सर्वेश की. അഭിഷേക് കർണ, അഭിഷേകം ചെയ്യുക. പയോദ്, പയോദ് മേഘ് ബാദൽ. ബലിഹാരി ഈസ് വേഷിക്ക്, ബലിഹാരി ആത്മസമർപ്പൺ. ഹേ മാതൃഭൂമി തു സത്യഹി, സത്യമായിട്ടും. സഗുണമൂർത്തി സർവേശുക്കി, സഗുണമൂർത്തി എല്ലാ ഗുണങ്ങളുമുള്ള മൂർത്തിയാണ്. കിസ്കി? സർവേശുക്കി, ഈശ്വർ की. सर्वेश का अर्थ है ईश्वर. ईश्वर की सगुण मूर्ति है. देखिए, करते अभिषेक पयोद है. पयोद अभिषेक करते हैं. മേഘ या बादल അഭിഷേക് करते हैं. അതായത് കാർമേഘങ്ങൾ, മേഘങ്ങൾ എന്ത് ചെയ്യുന്നു? അഭിഷേകം നടത്തുന്നു. അത് മഴയായി പെയ്യുന്നതിനെ പറയുന്നതാണ്. ഇപ്പൊ ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ അതിനെ കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് മേഘങ്ങൾ അഭിഷേകം നടത്തുകയാണ്. ബലിഹാരി വേഷയ്ക്ക്, ഈ വേഷത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് ബലിഹാരി ആത്മസമർപ്പണം നടത്തിക്കൊണ്ട്. അപ്പോ മേഘങ്ങള് ഭൂമിയിലേക്ക് ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? അഭിഷേകം നടത്തുന്നു. അപ്പൊ മഴയെ അഭിഷേകം ചെയ്യുകയെന്ന് പറഞ്ഞിരിക്കുന്നു. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, തു സത്യ സഗുണമൂർത്തി സർവേശുക്കി, സത്യമായിട്ടും നീ സഗുണമൂർത്തി ഹേ. സർവേശുക്കി, ഈശ്വർക്ക് സഗുണമൂർത്തി ഹേ, ഈശ്വരന്റെ എല്ലാ ഗുണങ്ങളുമുള്ള മൂർത്തിയാണ്. അപ്പൊ ഈശ്വരന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മൂർത്തി തന്നെയാണ് അല്ലയോ മാതൃഭൂമി, അല്ലയോ ഭാരതമേ, അല്ലയോ ധർത്തി. മനസ്സിലായോ? നമ്മളുടെ ഭൂമി അല്ലെങ്കിൽ നമ്മളുടെ രാജ്യം, നമ്മളുടെ ഭാരതം ഈശ്വരന്റെ എല്ലാ ഗുണങ്ങളുമുള്ള കാണപ്പെട്ട ഒരു ദൈവം തന്നെയാണ്, ഒരു മൂർത്തി തന്നെയാണ് എന്ന് പറയുന്നു. ജിസ്കെ രജ്മേ ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹൈ, ഘുടനോം കെ ബൽ സരക്ക് സരക്ക് കർ ഖടേ ഹുയേ ഹൈ. രജ് ധൂലി, ധൂൽ പൊടി. ലോട്ടിനാന്ന് പറഞ്ഞാൽ ഉരുണ്ട് കളിക്കുക എന്നൊക്കെ അർത്ഥം, ഉരുളുക. ബഡേ ഹുയേ ഹേ, ബഡേ ഹോന വലുതാവുക, വളരുക. ഘുടനോം കെ ബൽ സരക്ക് സരക്ക് കർ ഖടേ ഹുയേ ഹേ. ഘുടൻ, ഘുടനം എന്ന് പറഞ്ഞാൽ മുട്ട്. ഘുടനോം കെ ബൽ, മുട്ടിന്റെ ബലത്തില്. സരക്ക് സരക്ക്, സരക്കിന ഇഴയുക. ഖടേ ഹുവ, ഖടേ ഹോന എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക എന്നർത്ഥം. ജിസ്കെ രജ്മേ ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹൈ, അതായത് ഈ ഭൂമിയുടെ, ധർത്തിയുടെ, അല്ലെ നമ്മളുടെ ഭാരതത്തിലെ മണ്ണിലെ പൊടിയില് ലോട്ട് ലോട്ട് ഉരുണ്ടുരുണ്ടാണ് നമ്മൾ ബഡേ ഹുയേ വലുതായത്. അതായത് നമ്മൾ പൊടി കളിച്ചും മണ്ണിൽ കളിച്ചുമൊക്കെയാണ് നമ്മൾ വലുതായത്. ഘുടനോം കെ ബല്, മുട്ടിന്റെ ബലത്തിലാണ്. സരക്ക് സരക്കർ, ഇഴഞ്ഞിഴഞ്ഞ്. ഖടേ ഹുയേ, നിൽക്കാൻ പഠിച്ചത്. മുട്ടിന്റെ ബലത്തിൽ ഇഴഞ്ഞിഴഞ്ഞാണ് നമ്മൾ നിൽക്കാൻ പഠിച്ചത്. അപ്പോൾ നമ്മൾ വളർന്നു വന്നത് നമ്മളുടെ ഭാരതത്തിലാണ്, ഭാരതത്തിലെ ഭൂമിയിലാണ്, മണ്ണിലാണ്. അതാ പറഞ്ഞിരിക്കുന്നത്, നമ്മള് ഭാരതത്തിലെ മണ്ണിലാണ്, ആ പൊടിയിലാണ് എന്താ ഇഴഞ്ഞ് വലുതായത്, അല്ലെ ഉരുണ്ടുരുണ്ട് അവിടെ കിടന്ന് കളിച്ചും വലുതായത്. ഘുടനോങ്കെ ബല സരക്ക് സരക്കക്കാർ ഖടേ ഹുയേ ഹേ, മുട്ടിന്റെ ബലത്തിൽ ഇഴഞ്ഞിഴഞ്ഞാണ് വലുതായത്. മുട്ടുകാൽ ഇഴഞ്ഞ് നമ്മൾ നിൽക്കാൻ പഠിച്ചത്. ഖടേ ഹുയേ ഹേ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പഠിക്കുക, നിൽക്കുക എന്നർത്ഥം. നമ്മൾ നേരെ നിൽക്കാൻ പഠിച്ചത് ഈ മാതൃഭൂമിയിലാണ്, ഈ ഭൂമിയിലാണ്, നമ്മളുടെ രാജ്യത്താണ്. പരമഹംസ് സമ ബാല്യകാൽ മേ സബ സുഖ പായേ, ജിസ്കെ കാരൻ ധൂൽ ഭരെ ഹീരേ കഹലായേ. പരമഹംസ സമ, പരമഹംസനെ പോലെ. ബാല്യകാൽ മേ, ബാല്യകാല്, ബാല്യകാലം. സബ സുഖ പായേ, സബ് എല്ലാ, സുഖ് സുഖം, എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും പായേ നേടി. ജിസ്കെ കാരൻ, അതുകൊണ്ട്. ധൂല് ഭരേ ഹീരേ കഹലായ, ധൂല് ഭരേ പൊടി നിറഞ്ഞ, ഹീരേ കഹലായേ വജ്രം എന്ന് വിളിക്കപ്പെട്ടു. പരമഹംസ സമ ബാല്യകാൽ മേ സബ സുഖ പായേ, പരമഹംസനെ പോലെ ബാല്യകാലത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും നേടി. അപ്പൊ എന്താ പരമഹംസനെ പോലെ എന്ന് പറയുന്നത്? അബ്ദേക്ക് പരമഹംസ ഛഠേ സാൽ കി ആയു മേ, 6 വയസ്സ് പ്രായത്തില്, ഏക് ദിൻ ഒരു ദിവസം, രാമകൃഷ്ണ പരമഹംസ്, രാമകൃഷ്ണ പരമഹംസൻ, ഖേത്തോമേ ഘൂമ് രഹേ ഥേ, വയലിലൂടെ ചുറ്റി നടക്കുകയായിരുന്നു. അചാനക്, പെട്ടെന്ന്, ഉൻകി ദൃഷ്ടി, അദ്ദേഹത്തിന്റെ നോട്ടം,
ബെഗുലോങ്കി ഏക് പങ്ക്തി പർ പടി. കൊക്കുകളുടെ അല്ലെങ്കിൽ ദേശാടന കിളികളുടെ കൊക്കുകളുടെ ഒരു വലിയ വരിയിൽ, പങ്ക്തി എന്ന് പറഞ്ഞ വരി, വരിയെ കണ്ടു. അദ്ദേഹം കുറെ കൊക്കുകൾ ഇങ്ങനെ വരി വരിയായിട്ട് പറന്നു പോകുന്നത് കണ്ടു. ജോ കാലി ഖടാവോങ്കി ഓർ ഉഡ് രഹേ ഥേ. കാലി ഖട എന്ന് പറഞ്ഞാൽ കാർമേഘങ്ങൾ എന്നർത്ഥം, കറുത്ത മേഘങ്ങൾ. കാർമേഘങ്ങളുടെ അടുത്തേക്ക് ഉഡ് രഹേ ഥേ, പറന്നു പോവുകയായിരുന്നു. അങ്ങനെ കാർമേഘത്തിന്റെ അടുത്തേക്ക് പറന്നു പോകുന്ന കൊക്കുകളുടെ ഒരു വലിയ വരിയെ, അല്ലെ ഒരു വലിയ കൂട്ടത്തെ ആര് കണ്ടു? നമ്മളുടെ രാമകൃഷ്ണ പരമഹംസൻ കണ്ടു. യഹ ദൃശ്യ ദേഖ് കർ, ഈ ദൃശ്യം കണ്ടിട്ട് വേ ബേഹോഷ് ഹോഗേ. ഹോഷ് എന്ന് പറഞ്ഞാൽ ബോധം, ബേഹോഷ് ബോധമില്ലാതായി പോവുക. അപ്പോൾ അദ്ദേഹം ബോധരഹിതനായി. അവർ ഉസ് ബേഹോഷിമേം, ആ ബോധരഹിതനായ സമയത്ത് ഉനേം അദ്ദേഹം അപരിമിത ഖുഷി, അപരിമിത അതായത് അതിരില്ലാത്ത, പരിമിതമല്ലാത്ത ഒരു, അതായത് വളരെയധികം ഖുഷി, സന്തോഷവും ശാന്തിക്ക് അനുഭവ, സമാധാനത്തിൻ്റെ അനുഭവം അദ്ദേഹത്തിനുണ്ടായി. ഈ ഒരു ദൃശ്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷവും സമാധാനവും അനുഭവപ്പെട്ടു. ഇസ് ആധ്യാത്മിക അനുഭൂതിനെ, ഈ ആധ്യാത്മിക അനുഭൂതിയാണ് ഉൻകെ ജീവൻ ഗോ നൈ ദിശാദി, അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഒരു പുതിയ ദിശ നൽകിയത്, ഒരു പുതിയ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ പരമഹംസൻ എങ്ങനെയാണോ ഈ സന്തോഷം അനുഭവിച്ചത്, അപ്പോൾ ഏറ്റവും വലിയ പരമസുഖമാണ് അദ്ദേഹം അനുഭവിച്ചത് ആ സമയത്ത്. അപ്പം അതുപോലെയുള്ള സന്തോഷം നമ്മൾ ബാല്യകാലത്തിൽ ധർത്തിയിൽ നിന്നും നമുക്ക് നേടാൻ കഴിഞ്ഞു, ഭൂമിയിൽ നിന്നും, നമ്മുടെ ഭാരതത്തിൽ നിന്നും നമുക്ക് നേടാൻ കഴിഞ്ഞു. അതാ പറയുന്നത്, പരമഹംസ സമ ബാല്യകാലമേയും സബ് സുഖപായേ. പരമഹംസനെ പോലെ ബാല്യകാലത്തിൽ എല്ലാ സുഖങ്ങളും നമ്മൾ നേടി. അതായത് നമുക്ക് മുട്ടിലിഴഞ്ഞ് കളിക്കുവാനും, നമുക്ക് ആഹാരവും വെള്ളവും, നമുക്ക് വസ്ത്രങ്ങളും, നമുക്ക് ജീവിക്കാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ബാല്യകാലത്തിൽ നമ്മളുടെ ഭാരതത്തിൽ നിന്ന് നമുക്ക് കിട്ടി, നമ്മളുടെ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് പരമഹംസനെ പോലെ ബാല്യകാലത്തിൽ എല്ലാ സൗകര്യവും നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നത്. ജിസ്കെ കാരൻ ധൂല് ഭരേ ഹീരെ കഹലെ, അതുകൊണ്ട് തന്നെ പൊടി നിറഞ്ഞ ഒരു വജ്രമാണ് ഈ ഭൂമി എന്ന് പറയപ്പെട്ടു. ഈ ഭൂമിയെ ധൂല് ഭരേ ഹീരെ കഹലായി, പൊടികൾ നിറഞ്ഞ മണ്ണുകൾ നിറഞ്ഞ ഒരു വജ്രം തന്നെയാണ് ഈ ഭൂമി. കാരണം എല്ലാ സുഖങ്ങളും അല്ലെ അത്രയും അമൂല്യമായ ഒരു വസ്തുവാണ് ഈ ഭൂമി എന്ന് പറയുന്നു. ഹം ഖേലെ കൂദേ ഹർഷയുദ്ധ ജിസ്കി പ്യാരി ഗോദമേ, ഹേ മാതൃഭൂമി തുച്ഛ്കോ നിരഖ് മഗ്ന ക്യോ ന ഹോ മോദമേ. ഹം ഖേലെ കൂദേ ഹർഷയുദ്ധ, ഞങ്ങൾ ഖേൽന കളിക്കുക, കൂദിന തുള്ളിച്ചാടുക, ഓടുക എന്നൊക്കെ അർത്ഥം. ഹർഷയുദ്ധ സന്തോഷത്തോടെ. ഇസ്കി പ്യാരി ഗോതമേം, സ്നേഹത്തിന്റെ ആ മടിത്തട്ടില്. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി. തുച്ഛ്കോ നിരഖ്, നിരക്കിന ദേഖിന കാണുക, മഗ്ന് മുഴുകുക, ക്യോം എന്തുകൊണ്ട്, ന മീൻസ് നഹീം, മോദ് മോദുമേ മോദ് സന്തോഷം. ഹം കേലേ കൂദേ ഹർഷയുദ്ധ, നമ്മൾ ഹർഷയുദ്ധ സന്തോഷത്തോടെ, ഖേലേ കൂദേ കളിച്ചുല്ലസിച്ചു. ജിസ്കി പ്യാരി ഗോതമേം, ധർത്തി കി പ്യാരി ഗോതമേ, യാ മാതൃഭൂമി കി പ്യാരി ഗോതമേ. നമ്മളുടെ രാജ്യത്തിൻ്റെ, നമ്മളുടെ മാതൃഭൂമിയുടെ, നമ്മളുടെ ധർത്തിയുടെ സ്നേഹത്തിൻ്റെ മടിത്തട്ടിൽ നമ്മൾ കളിച്ചുല്ലസിച്ചു സന്തോഷത്തോടെ. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി. തുച്ഛ്കോ നിരഖ്, തുച്ഛേ ദേഖ് കർ, നിന്നെ കണ്ടിട്ട്, ക്യോം നഹോ മോദുമേം മഗ്ന്, മോദുമേം മഗ്ന് ക്യോ നഹോ, അതായത് സന്തോഷത്തോടെ മുഴുകാതിരിക്കുന്നത് എങ്ങനെ, സന്തോഷത്താൽ മുഴുകാതിരിക്കുന്നത് എങ്ങനെ. അല്ലയോ മാതൃഭൂമി, നിന്നെ കാണുമ്പോൾ എനിക്ക് സന്തോഷത്താൽ മുഴുകാതിരിക്കാൻ പറ്റുന്നത് എങ്ങനെ എന്ന് വെച്ചാൽ അർത്ഥം എന്താ, മാതൃഭൂമിയെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നു, കാരണം അതിൻ്റെ മടിത്തട്ടിലാണ് ഞങ്ങൾ കളിച്ചു വളർന്നത്. പാക്കർ തുച്ഛസേ സഭി സുഖോങ്കോ ഹംനെ ഭോഗ, ഇമ്പോർട്ടന്റ് ലൈൻ ये दोनों, तेरा प्रत्युपकार कभी क्या हमसे होगा. पाकर तुझसे सभी सुखों को हमने भोगा, तुझसे सभी सुखों को हमने पाकर भोगा, तेरा प्रत्युपकार कभी क्या हमसे होगा. പാന നേടുക, തുച്ഛസേ നിന്നിൽ നിന്നും, സഭി സുഖോങ്കോ എല്ലാ സൗകര്യങ്ങളും, ഹംനെ ഞങ്ങൾ, ഭോഗ അനുഭവിച്ചു, തേരാ പ്രത്യുപകാർ നിന്റെ പ്രത്യുപകാരം, കഭി ക്യാ ഹംസെ ഹോഗ
എപ്പോഴെങ്കിലും ഞങ്ങളിൽ നിന്നും ഉണ്ടാകുമോ? इसका अर्थ क्या है? ധർത്തി സേ സബി സുഖോങ്കോ ഹംനെ പാക്കർ ഭോഗ. ഭൂമിയിൽ നിന്നും എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ നേടി അനുഭവിച്ചു. ലേക്കിൻ ഇസ്കെ പ്രത്യുപകാർ കഭി ക്യാ ഹംസെ ഹോഗ. ഇതിൻ്റെ പ്രത്യുപകാരം നമ്മളിൽ നിന്ന് എപ്പോഴെങ്കിലും മാതൃഭൂമിക്ക് ഉണ്ടാകുമോ, രാജ്യത്തിനുണ്ടാകുമോ? ഈ ഭൂമിയിൽ നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കുന്നു. ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് നിന്ന്, നമ്മുടെ ഭാരതത്തിൽ നിന്ന് ലഭിക്കുന്നു. എന്നാൽ ഇതിന് പ്രത്യുപകാരമായിട്ട് ഭൂമിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ലെ ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഭൂമിയെ പ്രകൃതി സംരക്ഷിക്കുന്നുണ്ടോ? ഭൂമിയുടെ സമ്പത്തുകൾ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഭാരതത്തിന് വേണ്ടി, ഭാരതം നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ തരുമ്പോൾ നമ്മൾ തിരിച്ച് ഭാരതത്തിന് വേണ്ടി നമ്മളുടെ ജീവൻ സമർപ്പിക്കുന്നുണ്ടോ? ഭാരതത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദേശപ്രേമിയാണോ നമ്മൾ? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ലൈൻ പറഞ്ഞിരിക്കുന്നത്, തേരാ പ്രത്യുപകാർ കബി ക്യാ ഹംസെ ഹോഗ. ഇതിൻ്റെയൊക്കെ പ്രത്യുപകാരം നമ്മളിൽ നിന്നും ഉണ്ടാകുമോ? നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ടോ? തിരിച്ച് രാജ്യസ്നേഹം നമുക്കുണ്ടോ? തേരി ഹി യഹ് ദേഹ് തുചി സേ ബനി ഹുയി ഹെ. തേരി ഹി യഹ് ദേഹ് തുചി സേ ബനി ഹുയി ഹെ. ബസ് തേരേ ഹി സുരസ സാര സേ സനി ഹുയി ഹെ. തേരി ഹി യഹ് ദേഹ്, നിന്റെ ഈ ദേഹം, ശരീരം, തുചി സേ ബനി ഹുയി ഹെ, നിന്നിൽ നിന്ന് തന്നെ ബനി ഹുയി ഹെ, നിർമ്മിച്ചതാണ്. ബസ് എന്നാൽ തേരേ ഹി സുരസ സാര സേ സനി ഹുയി ഹെ, നിന്റെ സുരസ സാര സേ, നിന്റെ ജലം കൊണ്ട് അല്ല നിന്റെ നീരിനാൽ അല്ല നിന്റെ രസത്താൽ, സനി ഹുയി ഹെ, നനഞ്ഞതാണ്. അർത്ഥമെന്താ? തേരി ഹി യഹ് ദേഹ്, നിന്റെ തന്നെയാണ് ഈ ദേഹം. ഹമാരെ ശരീര ധർത്തി ഹി ഹെ, അതായത് ധർത്തി കി ഹി ഹെ, നമ്മുടെ ശരീരം ഭൂമിയുടേത് തന്നെയാണ്. യാ മാതൃഭൂമി കി ഹി ഹെ, മാതൃഭൂമിയുടേത് തന്നെയാണ്. തുചി സേ ബനി ഹുയി ഹെ, നിന്നിൽ നിന്നും ഉണ്ടായതാണ്, ഈ ഭൂമിയിൽ നിന്നും ഉണ്ടായതുമാണ്, ഈ രാജ്യത്ത് നിന്നും ഉണ്ടായതുമാണ് എൻ്റെ ശരീരം. ബസ് തേരേ ഹി സുരസ സാരസേ സനി ഹുയി ഹെ, നിന്നിലെ രസത്താൽ, നിന്നിലെ ജലത്താൽ നനയപ്പെട്ടതാണ് എൻ്റെ ശരീരം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതാണ്, ഭൂമിയിൽ നിന്നുണ്ടായതാണ് നമ്മുടെ ശരീരം. അല്ലെങ്കിൽ നമ്മളുടെ മാതൃഭൂമി, നമ്മുടെ ദേശം, നമ്മുടെ രാജ്യത്ത് നിന്നുണ്ടായതാണ് നമ്മുടെ ശരീരം. രാജ്യത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും കൊണ്ട് നേടിയെടുത്തതാണ് നമ്മുടെ ഈ ശരീരം. ഫിർ അന്ത് സമയ, അവസാന സമയത്തും തൂ ഹി, നീ തന്നെ, ഇസേ അചൽ ദേക്ക് അപ്നായകി. അചൽ എന്ന് പറഞ്ഞാൽ ചലിക്കാത്ത, ജീവനില്ലാത്ത എന്ന് കണ്ടിട്ട് അപ്നായകി സ്വീകരിക്കും. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, അന്ത്മേം തുച്മേം ഹി മിൽ ജായഹി, അവസാന സമയത്ത് തുച്മേം ഹി, നിന്നിൽ തന്നെ, മിൽ ജായകി, ഞങ്ങൾ അലിഞ്ഞു ചേരും, ലയിച്ചു ചേരും. അപ്പൊ എന്താ? ഫിർ അന്ത് സമയ, അവസാന സമയത്ത്, അതായത് നമ്മുടെ മരണസമയത്ത്, തൂഹി, നീ തന്നെ, അല്ലയോ ഭൂമി, അല്ലയോ മാതൃഭൂമി, നീ തന്നെ, ഇസെ അജലതേക്ക്, ഈ ശരീരം അജലമാണെന്ന് കണ്ട്, ജീവനില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കി അപ്നായകി, സ്വീകരിക്കും. ശരിയല്ലേ? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ടേക്ക് തന്നെ പോകുന്നത്? ഭൂമിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, അന്ത്മേം തുച്മേം ഹി മിൽ ജായകി, അവസാന സമയത്ത് തുച്മേം ഹി, നിന്നിൽ തന്നെയാണ്, മിൽ ജായകി, ലയിച്ചു ചേരുന്നത്. നമ്മളുടെ മരണസമയത്ത് നമ്മളുടെ ശരീരം ഭൂമിയിൽ തന്നെയാണ് ലയിച്ചു ചേരുന്നത്, അല്ലെങ്കിൽ ഈ രാജ്യത്ത് തന്നെയാണ് നമ്മളുടെ ശരീരം ലയിച്ചു ചേരുക. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ മാതൃഭൂമിയിലാണ്, നമ്മുടെ രാജ്യത്താണ്, നമ്മുടെ ദേശത്താണ്. എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള നമ്മുടെ ഈ രാജ്യത്ത് ജീവിച്ചിട്ട് നമ്മൾ തിരിച്ച് എന്തെങ്കിലും പ്രത്യുപകാരം രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടോ? ഇവിടെ ജനിച്ച് ഇവിടെ തന്നെ മരിക്കുന്നതാണ് നമ്മൾ. അപ്പോൾ നമ്മളുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം. ദേശ സ്നേഹം ആവശ്യമാണ്. മാത്രമല്ല നമ്മളുടെ മാതൃഭൂമിയുടെ പ്രകൃതി വർണ്ണനയും ഇവിടെ പറയുന്നുണ്ട്. ഏക് ബാർ ഭി ആപ് ദേഖിയേ, ഒരു തവണ കൂടി നിങ്ങൾ നോക്കേ. നീലാംബർ പരിധാൻ ഹരിത തടുപ്പർ സുന്ദർ ഹെ, നീലാകാശമാകുന്ന വസ്ത്രം ഈ ഭൂമിക്ക്, ഈ ഹരിത തീരത്തിന് വളരെ സുന്ദരമാണ്. സൂര്യചന്ദ്ര യുഗമുകുട് ഹെ, സൂര്യനും ചന്ദ്രനും കിരീടങ്ങളാണ്. മേഖല രത്നാഗർ ഹെ, ഇസ്കാ അർത്ഥ ക്യാ ഹെ? രത്നാഗർ മേഖല ഹെ, സമുദ്രം അരഞ്ഞാണമാണ്, കർദനിയാണ്. മേഖല കാ ഓർ ഏക് ഹിന്ദി ശബ്ദ ഹെ കർദനി. നദിയാം പ്രേമ പ്രവാഹ, ഫൂല താരെ മണ്ഡൻ ഹൈ, നദികൾ
സ്നേഹത്തെ പ്രവഹിക്കുന്നവരാണ്. ഫൂല് താരെ മണ്ടൻ ഹെ, പൂക്കളും നക്ഷത്രങ്ങളും ആഭരണങ്ങളാണ്. ബന്ദീജൻ ഖഗവൃന്ദ്, ഖഗവൃന്ദ് ബന്ദീജൻ ഹെ, പക്ഷിക്കൂട്ടങ്ങൾ സ്തുതിപാഠകരാണ്. ശേഷഫന് സിംഹാസൻ ഹെ, ശേഷനാഗത്തിൻ്റെ പത്തി അല്ലെ ഫണം സിംഹാസനമാണ്. കർത്തെ അഭിഷേക് പയോധഹയും, പയോധ് അഭിഷേക് കർത്തേഹയും, മേഘങ്ങൾ അഭിഷേകം നടത്തുന്നു. ബലിഹാരി സ്വേഷുക്കി, ആത്മസമർപ്പണത്തോടുകൂടി സ്വേഷുക്കി ഭൂമിയിലേക്ക്. അപ്പം ഈ ഭൂമിയിലേക്ക് ആത്മസമർപ്പണത്തോടെ അഭിഷേകം നടത്തുന്നു മേഘങ്ങൾ, അർത്ഥം മഴയായി പെയ്യുന്നു. ഹേ മാതൃഭൂമി തു സത്യ ഹി സഗുണമൂർത്തി സർവേശുക്കി, അല്ലയോ മാതൃഭൂമി നീ സത്യത്തില് യഥാർത്ഥ മൂർത്തി തന്നെയാണ്. സർവേശുക്കി സഗുണമൂർത്തി ഹേ, എല്ലാ ഗുണങ്ങളുമുള്ള ഒരു മൂർത്തി തന്നെയാണ്. ഈശ്വരൻ്റെ ഒരു മൂർത്തി തന്നെയാണ്. സർവേശുക്കി സഗുണമൂർത്തി ഹേ, ഈശ്വരൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള മൂർത്തിയാണ്. ജിസ്കെ രജ്മേൽ ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹേ, ഏത് പൊടിയിൽ കിടന്നാണോ ഉരുണ്ടുരുണ്ട് വലുതായത്. ഘുടനോങ്കെ ബല സരക്ക് സരക്ക് കർ കടേ ഹുയേ ഹേ, മുട്ടിൻ്റെ ബലത്തിൽ ഇഴഞ്ഞിഴഞ്ഞ് നിൽക്കാൻ പഠിച്ചത്. ഇതെല്ലാം ഈ ഭൂമിയിലാണ്. പരമഹംസ സമ ബാല്യകാൽമേ സബ് സുഖപായേ, പരമഹംസനെ പോലെ ബാല്യകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും നേടി. ജിസ്കെ കാരൻ ധൂല് ഭരേ ഹീരെ കഹലായേ, അതുകൊണ്ട് പൊടി നിറഞ്ഞ വജ്രം എന്നറിയപ്പെട്ടു. ഹം ഖേലേ കൂതേ ഹർഷയുധ് ജിസ്കി പ്യാരി ഗോതമേ, നമ്മൾ കളിച്ച് ഉല്ലസിച്ചു ഹർഷയുധ് സന്തോഷത്തോടെ. ജിസ്കി പ്യാരി ഗോതമേ, മാതൃഭൂമിയുടെ സ്നേഹത്തിൻ്റെ മടിത്തട്ടിൽ. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, തുച്ചിക്കോ നിരഖ് തുച്ചേ ദേക്കർ, നിന്നെ കാണുമ്പോൾ മഗ്നിക്കോ നഹോ മോതുമേ, മോതുമേ മഗ്നിക്കോ നഹോ, അതായത് സന്തോഷത്താൽ മുഴുകാതിരിക്കുന്നതെങ്ങനെ. പാക്കർ തുച്ചസേ സഭി സുഗോങ്കോ ഹംനെ ഭോഗ, തുച്ചസേ സഭി സുഗോങ്കോ ഹംനെ പാക്കർ ഭോഗ, നിന്നിൽ നിന്ന് എല്ലാ സുഖസൗകര്യങ്ങളും നേടി ഞങ്ങൾ അനുഭവിച്ചു. തെരാ പ്രത്യുപകാർ ക്യാ കബീ ഹംസേ ഹോഗ, നിനക്കുള്ള പ്രത്യുപകാരം എപ്പോഴെങ്കിലും ഞങ്ങളിൽ നിന്നും ലഭിക്കുമോ. തേരി ഹി യഹ് ദേഹ് തുച്ചീസേ ബനി ഹുയി ഹെ, നിന്നിൽ നിന്നുള്ള ഈ ശരീരം തുച്ചീസേ ബനി ഹുയി ഹെ, നിന്നാൽ അല്ലെ ഭൂമിയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ബസ് തേരേ ഹി സുരസസാരസേ സനി ഹുയി ഹെ, എന്നാൽ നിന്റെ ആ സുരസസാരസേ നിന്റെ ജലത്താൽ അല്ലെങ്കിൽ നിന്റെ രസത്താൽ നനയപ്പെട്ടതാണ്. ഫിർ അന്ത് സമയ തൂഹീസെ അജലുദേക്ക് അപ്പനായേകി, അവസാന സമയത്ത് നീ തന്നെ ജീവനില്ലാത്തതെന്ന് കണ്ട് സ്വീകരിക്കും. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, ഹേ അന്തുമേം തുച്ചുമേം ഹി മിൽജായകി, അവസാന സമയത്ത് നിന്നിൽ തന്നെ ലയിച്ചു ചേരും ഞങ്ങൾ. മൈഥിലി ശരൺ ഗുപ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിത നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോയും കൂടി കാണാം. അപ്പോൾ ആ വീഡിയോയിൽ കുറച്ച് പിക്ചറൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, देखिए. सुंदर है सूर्य चंद्र युग मुकुट मेखलारत नागर है नदियां प्रेम प्रवाह भूल तारे मंडन है वृंदी जन खग वृंद शेष फण सिंहासन है करते अभिषेक अयोध है बलिहारी इस वेश की है मातृभूमि तू सत्य ही सगुण मूर्ति सर्वेश की जिसके रज में लोट लोट कर बड़े हुए हैं घुटनों के बल सरक सरक कर खड़े हुए हैं परमहंस सम बाल्यकाल में सब सुख पाए जिसके
हीरे कहलाए। हम खेले कूदे हर्षयुत जिसकी प्यारी गोद में है मातृभूमि। तुझको निरमग्न क्यों न हो मोद में। पाकर तुझसे सभी सुखों को हमने भोगा। तेरा प्रत्युपकार कभी क्या हमसे होगा। तेरी ही ये देह तुझी से बनी हुई है। बस तेरे ही सुरस सार से सनी हुई है। धीर अंध समय तू ही से अचल देख अपनाएगी है मातृभूमि। ये अंत में तुझ में ही मिल जाएगी। कैसा था वीडियो? എങ്ങനെ ഉണ്ടായിരുന്നു वीडियो? अब देखिए, भारतीय परंपरा के अनुसार जननी और जन्मभूमि स्वर्ग से भी प्यारी है. ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച് ജനനി അവർ ജന്മഭൂമി, അതായത് അമ്മയും നമുക്ക് ജന്മം തന്ന ജന്മഭൂമി ദേശവും നമ്മുടെ സ്വന്തം രാജ്യവും സ്വർഗ സേ ഭി പ്യാരി ഹേ, സ്വർഗത്തെക്കാട്ടിലും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. ദേശപ്രേമ ഭാരതവാസി കെ ലിയേ ഭാവന ഹി നഹീം, ദേശപ്രേമ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഭാരതവാസി കെ ലിയേ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഭാവന ഹി നഹീം, അത് കേവലം ഒരു ഭാവന മാത്രമല്ല, സച്ചായി ഭി ഹേ, ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. കരോടോം ഭാരതവാസിയോം കെ ഈസ് ദേശപ്രേമിക്കോ, കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഈ രാജ്യസ്നേഹത്തെ കവിനെ വാണി ദി ഹേ, കവി വരികളാക്കിയിരിക്കുന്നു. ദേശിക്കെ ഗൗരവ ചിഹ്നോങ്ക സങ്കേത് കർക്കെ, രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെയൊക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് കവിനെ ബതായാ ഹേ കി, കവി പറയുന്നു, ഇസ് മിട്ടി കെ അന്ന ജലസെ ബനി ഹുയി ദേഹ്, ഈ മണ്ണിലെ ആഹാരവും ജലവും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ദേഹം, നമ്മളുടെ ശരീരം, ദേശിക്ക് ഹി സമ്പത്തി ഹേ, രാജ്യത്തിൻ്റെ തന്നെ സമ്പത്താണ്. ദേശിക്കെ ലിയേ ഇസ്കാ സമർപ്പൺ ഹർ ഭാരതവാസി കെ ലിയേ ഗൗരവ് ഹേ, രാജ്യത്തിന് വേണ്ടി ഇതിൻ്റെ സമർപ്പണം ഹർ ഭാരതവാസി കെ ലിയേ ഗൗരവ് ഹേ, ഓരോ ഇന്ത്യക്കാരെ സംബന്ധിച്ചും വളരെ ഗൗരവമേറിയതാണ്, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളുടെ രാജ്യത്ത് ജനിച്ച് വളർന്ന, അവിടുത്തെ അന്നം കൊണ്ട് വളർന്ന നമ്മളുടെ ശരീരം ആ രാജ്യത്തിൻ്റെ സമ്പത്താണ്. അപ്പോൾ ആ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുക എന്നുള്ളത് ഓരോ ഭാരതവാസിയെയും സംബന്ധിച്ച് അവൻ്റെ കടമയാണ്. അതാണ് മാതൃഭൂമിയിലൂടെ നമ്മെ കവി ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് കവിത വായിച്ച്